ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ ഈസി ആയിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം. അതിനായി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ക്യാംസ്റ്റേഷ്യ സ്റ്റുഡിയോ ആണ്. ഇതിപ്പോൾ നിങ്ങളൊരു വീഡിയോ എഡിറ്റിങ്ങിന് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ക്യാംസ്റ്റേഷ്യ തന്നെയാണ്. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിന് ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾ ഇമ്പോർട്ട് മീഡിയയിൽ പോയിട്ട് ആ വീഡിയോ എവിടെയാണെന്ന് വെച്ചാൽ ആ ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ഇമ്പോർട്ട് മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് ഓഡിയോ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഓഡിയോയും ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ നിങ്ങളിവിടെ ട്രാക്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ട്രാക്കിൽ കൊണ്ടുവന്നിടാം. ഈ ട്രാക്ക് എല്ലാം ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ് ബട്ടൺ ഉണ്ടാവും, ഇൻസെർട്ട് ട്രാക്ക്. അങ്ങനെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ ട്രാക്ക് കിട്ടും. ആ ട്രാക്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടായിട്ട് നിങ്ങളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ഓപ്ഷൻ ഉണ്ട്. ആ ഓഡിയോയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓഡിയോ ലെവൽ ചെയ്യാം. ഹൈ വോളിയത്തിന് ഹൈ വോളിയം ചെയ്യാം. വോളിയം അപ്പ് കൊടുത്താൽ നിങ്ങളുടെ വോളിയം മാത്രം അപ്പ് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ശബ്ദമില്ല, ഞാൻ സെപ്പറേറ്റ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ എൻ്റെ ശബ്ദം മാത്രം എനിക്ക് വോളിയം അപ്പ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ശബ്ദം എനിക്ക് അപ്പ് ചെയ്യണം. ബാക്കി 2 ട്രാക്കുകളും നമ്മൾ ലോക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഓഡിയോ ഡ്രാഗ് ചെയ്തിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഓഡിയോയിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണും ഇനേബിൾ വോളിയം ലെവൽ. അത് ഹൈ വോളിയം വേരിയേഷനിൽ കൊടുക്കുക. ഇനേബിൾ നോയിസ് റിമൂവൽ കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ വല്ല നോയിസ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ വോളിയം അപ്പ് കൊടുക്കുക. നിങ്ങളുടെ ഫ്രീക്വൻസി കൂടി വരുന്നത് കാണാം. എന്നിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വോളിയം കൂടുതലാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ബാക്കി 2 ട്രാക്കുകളും ലോക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അൺലോക്ക് ചെയ്തിട്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോയിൽ പോയിട്ട് ഇനേബിൾ വോളിയം ലെവലിങ്ങിൽ ലോയിൽ കൊടുത്തിട്ട് വോളിയം ഡൗൺ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ട്രാക്കിൻ്റെ വോളിയം കുറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓഡിയോ സെറ്റ് ചെയ്തു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വീഡിയോയും ഓഡിയോയും ഈക്വൽ ആക്കുക. അതായത് നിങ്ങൾക്ക് ഇവിടെ കട്ടിങ്ങിൻ്റെ ടൂളുണ്ട്. ഈ ടൂള് ഇപ്പോൾ ഓഡിയോ മാത്രം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം ഇത് കൂടുതലായി വരുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കളയണമെങ്കിൽ ബാക്കി 2ഉം ലോക്ക് ചെയ്തിട്ടിട്ട് നിങ്ങൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അൺലോക്ക് ചെയ്തിട്ട് ഈ ഒരു സാധനം ഈ ഒരു ടൂള് നിങ്ങൾ വലിച്ച് കൊണ്ടുവന്നിട്ട് ഈ പച്ച ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ
എവിടം വരെയാണോ നിങ്ങൾക്ക് ഓഡിയോ ആവശ്യമുള്ളത് അവിടം വരെ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ കോൾ ഔട്ട്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കോൾ ഔട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതിനാണ് കോൾ ഔട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ സബ്സ്ക്രൈബ് എന്ന് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൾ ഔട്ട്സ് സെറ്റ് ആവുന്നതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ടെക്സ്ചറിൻ്റെ കളറ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏരിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത് നിങ്ങളുടെ ഞാനിവിടെ സെറ്റിങ്സ് ഫേസ്ബുക്കിൽ പോയിട്ട് സെറ്റിങ്സ് എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ ഇവിടെ സൂമിൻ പാത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങളിങ്ങനെ സൂം ചെയ്താൽ നിങ്ങൾക്ക് അവിടേക്ക് സൂമായി കിട്ടും. എന്നിട്ട് നിങ്ങൾ തിരിച്ച് പ്ലേ ചെയ്തിട്ട് ഫുൾ സ്ക്രീനിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് സൂം ആയിട്ടും ബാക്കിയുള്ള വീഡിയോസ് നോർമലായിട്ടും ആ ഒരു ഗ്യാപ്പിൽ മാത്രം നിങ്ങൾക്ക് സൂമായിട്ടും കാണാൻ സാധിക്കും. ഈ ക്യാംസ്കേഷ്യ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ക്രോമ ക്യൂ സെറ്റിങ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ആൻഡ് ഷെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ആൻഡ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബോക്സ് അപ്പിയർ ആവും. ഇതിൽ പോയിട്ട് നിങ്ങൾ MP4 വിത്ത് വീഡിയോ പ്ലെയർ അപ് ടു 720 ഫീൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് HD നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ക്ലാരിറ്റിയിൽ വളരെയധികം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് MB മെമ്മറി കുറച്ചിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് തരുന്നതാണ്. ഇത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നതാണ്. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.